ഇനിയിപ്പോൾ നമ്മളിത് അടുപ്പിലേക്ക് പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു. ഇനി കടുകിടാൻ പോവുകയാണ്. സ്വല്പം കടുകിട്ടു. കടുക് തക്കാളി കറിക്കകത്തേക്ക് കടുക്, ഉലുവ, ചുമന്ന മുളക്, കറിവേപ്പില, ഉള്ളി, ഇത്ര സാധനങ്ങൾ നമ്മൾ മൂപ്പിച്ച് അതിനകത്തേക്ക് കുടഞ്ഞിട്ട് തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടി പിന്നെ നോക്കാം കേട്ടോ. പക്ഷേ ഒരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ മുഴുവൻ കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടി ഉണ്ട് അത്. ഓക്കെ, ബൈ. മീൻ്റെ വറുത്ത് കഴിഞ്ഞു, മീൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇപ്പുറത്തെ അടുപ്പത്ത് ഞങ്ങൾ ചോറ് ഒരുമിച്ചാണ് വെക്കണം 2-3 ദിവസത്തേക്ക്. കുറേശ്ശെ എടുത്ത് ആവി കയറ്റി എടുക്കും. 2 പേർക്കുള്ള ചോറെടുത്തിട്ട് ആവി കയറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. കണ്ടോ, കുറച്ച് ചോറ് മതി. ഇത് ആവി കയറ്റിക്കൊണ്ടിരുന്ന ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ഇപ്പുറത്തെ അടുപ്പിൽ ചോറ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആൾ കുറവുള്ളതുകൊണ്ട് 3-4 ദിവസത്തേക്ക് ഒരുമിച്ച് വെക്കും. ചോറ് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് കുറേശ്ശെ ആവശ്യത്തിനുള്ളതെടുത്ത് നമ്മൾ ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോറ് ചീത്തയാവുക ഏതായാലും ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. അതൊരു ടിപ്പായിട്ട് നിങ്ങൾ കണക്കാക്കിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഉച്ചയ്ക്കത്തെ എല്ലാം റെഡിയായി. ചോറ് ചൂടായി, അയില വറുത്തത്, തക്കാളിക്കറി, പിന്നെ കപ്പയും ചേനയും ചേമ്പും എല്ലാം കൂടെ ഒരു എന്താ പറയുക, ഒരു കുഴമ്പ് പരുവത്തിലുള്ള ഒരു കറി നമ്മൾ വെക്കൂലേ, ആ സാധനം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ച വരെയുള്ള വിഭവങ്ങൾ.